അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ആലത്തിയൂരുള്ള ജസീറ നസീർ ദമ്പതികളുടെ ഒരു മനോഹരമായ വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഇരുനിലയിലായിട്ട് ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായി നിർമ്മിച്ച ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ടത് നിങ്ങൾക്ക്. അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം മസ്റ്റായിട്ട് ഒന്ന് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങളൊരു ലൈക്ക് കൊണ്ട് നമ്മുടെ യൂട്യൂബിനെ ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ നോക്കുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ ഈ വീട് ആകെ മൊത്തം 1800 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഈ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ലൈറ്റ്സ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിട്ടിട്ട് കാണാനായിട്ട്. കൂടാതെ നമ്മൾ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാണെങ്കിൽ ഒരു ബേജ് കളറിലാണ് മൊത്തത്തിൽ നമ്മുടെ വീട് വരുന്നത്. അതിൽ ബോർഡേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡും യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8 സെന്റ് സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ വീട് നിൽക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാളെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഡിസൈനിങ് ഒക്കെ വരുന്നത്. ഇനി നമ്മൾ ഇതേ സിറ്റ് ഔട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 വശത്തായിട്ട് നോക്കുകയാണെങ്കിലും പ്ലാൻ ബോക്സ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ നല്ല പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 300-150 സൈസിൽ വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോഴേ ഈ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ ഭാഗത്ത് അതിനോട് ചേർന്ന് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയിൽ 2 ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ വിൻഡോയും വരുന്നുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ട് ഒരു ബോക്സ് ടൈപ്പ് പോലാണ് കേട്ടോ വരുന്നത്. LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് സീലിംഗ് മനോഹരാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഡബിൾ ഡോർ ആണ്. തേക്കിന്റെ വുഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലെ വോളിൽ മൊത്തത്തിൽ ഇതുപോലെ വൈറ്റ് ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ആകെ മൊത്തം 1156 സ്ക്വയർ ഫീറ്റ് ആണ്. ഇനിയിപ്പോ നമ്മൾ ഇതാ കയറി വരുമ്പോഴേ ആദ്യം എത്തുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയ വന്നിട്ട് നോക്കുകയാണെങ്കിൽ 300-330 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ എൽ ഷേപ്പിലായിട്ട് ഒരു ബ്രൗൺ കളറിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും വരുന്നുണ്ട്. നമ്മുടെ സോഫയുടെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്കുള്ള വോളിൽ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ 2 നിഷ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ജിപ്സം ബോർഡിൽ ഇതുപോലെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലിവിംഗ് ഏരിയനെയും ഡൈനിങ് ഏരിയനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ബോർഡ് വരുന്നുണ്ട് കേട്ടോ. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് വരുന്നത്. നല്ല ഭംഗിയിൽ അതിനുള്ളിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. കൂടാതെ നമ്മുടെ പാർട്ടീഷൻ ബോർഡിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒത്തിരി LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതേ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ 275-330 സൈസിലാണ് കേട്ടോ ഈ ഡൈനിങ് ഏരിയ വരുന്നത്. നമ്മളെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോഴേ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലെ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഹോളിൽ ഇവിടെ നടുക്കായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ഒതുങ്ങിയ ടൈപ്പിൽ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിൾ വരുന്നത്. ലെഗ് ഒക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു Z ടൈപ്പിലാണ്. കൂടാതെ
ചെയർ ഒക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള വുഡിന്റെ ചെയേഴ്സ് ആണ്. ഇവിടെ ടോട്ടൽ 4 ബെഡ്റൂമാണ് വരുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിലായിട്ട് 2 ബെഡ്റൂമും. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കിച്ചൺ വന്നിട്ടുള്ളത്. കൂടാതെ ആ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അതിന് മുന്നായിട്ട് നമ്മൾ ഇവിടുത്തെ വാഷ് ബേസിൻ ഒന്നും കണ്ടില്ലല്ലോ. ആ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഭാഗത്തായിട്ട് ഒരു പ്രയർ ഹോൾ വരുന്നുണ്ട്. കൂടാതെ ഹോളിൽ കോമൺ ബാത്റൂമും വരുന്നുണ്ട്. അപ്പൊ ഇവിടത്തെ ഈ ഒരു ഭാഗത്തായിട്ടല്ലേ നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ അവിടെ ആയിട്ട് തന്നെ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ നല്ല ഭംഗിയിൽ ഒരു സർക്കിൾ മിറർ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ വാഷ് ബേസിന് വന്നിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ആണ് കേട്ടോ. ബേസിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കബോർഡ്സും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ്ങിലെ സീലിംഗിലെ വർക്ക് കണ്ടില്ലല്ലോ. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് രസമാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ നമുക്ക് വാഷ് ബേസിനോട് ചേർന്നുള്ള പ്രെയർ ഹോൾ നോക്കാം. 170-180 സൈസിലാണ് കേട്ടോ ഈ പ്രെയർ ഹോൾ വരുന്നത്. നല്ല സൗകര്യത്തിലാണ് വന്നിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ കാർപ്പറ്റും വിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുത്തെ കോമൺ ബാത്റൂം നോക്കുകയാണെങ്കിൽ നല്ല സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂം ആണ് കേട്ടോ ഇത്. 170-150 സൈസിൽ വരുന്ന ഈ ബാത്റൂമിൽ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു കോർണറിലായിട്ട് തന്നെ അയൺ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി റൂം നോക്കിയാലോ. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഈ ഒരു റൂം വന്നിട്ടുള്ളത് 300-330 സൈസിലാണ് കേട്ടോ. ഇവിടത്തെ ഈ ഒരു ഭാഗത്തായിട്ട് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് ബോർഡ് വന്നിട്ട് ആ ഒരു വാളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. 2 ഭാഗത്തായിട്ടും സൈഡ് ടേബിളും വരുന്നുണ്ട്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കൂടാതെ ഇനി ആ ഒരു ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 2 സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. മറുവശത്തെ വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ വന്നിട്ട്. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. സൈഡിലായിട്ട് സൈഡ് മിററും വരുന്നുണ്ട്. ഇനി ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 170-200 സൈസിൽ വരുന്ന ഈ ഒരു ബാത്റൂമിൽ ഷോവാളിൽ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ടൈലും മറുവശത്തെ 2 വോളിലായിട്ടും വൈറ്റ് ടൈലും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് കിച്ചൺ പോയി നോക്കാം. കിച്ചന്റെ ഡോർ വന്നിട്ട് നോക്കിയാൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഡോറിൽ നല്ല ഭംഗിയിൽ ഒരു ഗ്ലാസ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 500-610 സൈസിലാണ് പ്ലാനിൽ ഈ കിച്ചന്റെ സൈസ് വന്നിട്ട്. പക്ഷെ ഇവര് ചെറിയ ചെറിയ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടാ. ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സ്റ്റോർ റൂം വരുന്നുണ്ട്. 110-150 സൈസിലാണ് കേട്ടോ ഈ സ്റ്റോർ റൂം വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ സ്റ്റോർ റൂമിന്റെ അവിടുന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നത് ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന്റെ ബേസിലായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് സിങ്ക് വരുന്നുണ്ട്. സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് അവിടെ എൻഡിലായിട്ട് തന്നെ നമുക്ക് വെള്ളം പുറത്തേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ റാക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ വുഡൻ തീമിൽ കബോർഡ്സ് വരുന്നുണ്ട് കേട്ടാ. ഓപ്പൺ ആയിട്ടും ക്ലോസ്ഡ് ആയിട്ടും വരുന്നുണ്ട്. അവിടെ ഈ ഒരു കോർണറിലായിട്ടും ഇതുപോലെ ഓപ്പൺ ഷെൽഫ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അവിടുന്ന് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിങ്കിന്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു വാട്ടർ പ്യൂരിഫയറും കൂടി വാളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകൾ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ചെയ്തതുകൊണ്ട് തന്നെ സ്റ്റോറേജിന് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും ട്ടാ. മുകളിൽ കണ്ട ആ ഒരു അതേ കളർ തീമിൽ തന്നെ റാക്കിന്റെ താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും അതത് ക്യാബിൻസ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്.
ഇനിയിപ്പോ നമ്മുടെ ആ റാക്കിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടും ഇതുപോലെ ഒരു റാക്ക് വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് താഴ്ഭാഗം വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ട് അത് ഡോർ വെച്ച് ക്ലോസ്ഡ് ആണ്. അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട്. ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ റാക്കിന്റെ താഴ്ഭാഗത്തായിട്ടും ഇതുപോലെ കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വെന്റിലേഷൻ ഒക്കെ വേണ്ടി ഇതുപോലെ ഒരു അത്യാവശ്യം വലിയൊരു റെയിലിംഗും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിലെ വോളായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ വൈറ്റ് കളറിൽ ടൈല് കൊടുത്തിട്ടാണ്. അപ്പൊ ഇനി നമ്മൾ ഇതേ തിരിച്ച് ഹാളിലേക്ക് തന്നെ വരികയാണ്. ഇനിയിപ്പോ നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ആ ഡോറിന്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ക്ലോക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ റൂം നോക്കുകയാണെങ്കിൽ ഏകദേശം 360-300 സൈസിലാണ് കേട്ടോ ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് ബോർഡ് വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഹെഡ് ബോർഡ് വോളിൽ ഫിക്സ്ഡ് ആണ്. രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും വരുന്നുണ്ട്. ഇനി അതിന്റെ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ആ വോളായിട്ട് തന്നെയാണ് കേട്ടോ AC ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വാൾഡ്രോബും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സൈഡ് ടേബിൾ കൂടി വരുന്നുണ്ട്. ഇവിടെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഡിസൈനിങ് ഒക്കെ വരുന്നത്. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 210-150 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഷോവാളിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ടൈലും ബാക്കിയുള്ള വോളിലായിട്ട് നോക്കിയാൽ വൈറ്റ് കളർ ടൈലും ആണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോ നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം. സ്റ്റെയർ കേസ് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഹാൻഡ് റെയിലിംഗ് ഒക്കെ ടെഫൻ ഗ്ലാസും വുഡും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് മൊത്തത്തിൽ ഡോറൊക്കെ കൊടുത്ത് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലും സ്റ്റെയറിലും ആയിട്ട് മൊത്തത്തിൽ മാർബിൾ ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് പോവല്ലേ. നമ്മളിതേ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റെയർ ഏരിയയിൽ എത്തിയാൽ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ വോളിലായിട്ട് നോക്കിയാൽ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പരഗോള ഗ്ലാസ് ഡിസൈനും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് ടോട്ടൽ 660 സ്ക്വയർ ഫീറ്റ് ആണ്. ഇവിടെ ഒരു ലിവിംഗ് വരുന്നുണ്ട്. 485-325 സൈസിലാണ് കേട്ടോ വരുന്നത്. ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബോണൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോഴേ ഈ ഒരു കോർണറിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു 3 സീറ്റർ സോഫയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോയും കാണാം. അപ്പൊ നമ്മൾ ഇതേ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിലായിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. കൂടാതെ ഇവിടെ 2 ബെഡ്റൂം വരുന്നുണ്ടല്ലോ. ഒന്ന് ഈ ഭാഗത്തും ഒന്ന് ആ ഭാഗത്തും. കൂടാതെ ആ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഹോളിലെ കോമൺ ബാത്റൂമും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ആ TV യൂണിറ്റ് വന്നിട്ട് നല്ല ഭംഗിയിൽ വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ TV യൂണിറ്റിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ബാക്കിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സും കൊടുത്തതുകൊണ്ട് തന്നെ കിടില ലുക്കാണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഹാളിലെ കോമൺ ബാത്റൂം നോക്കാം. 170-205 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. ഇവിടെ ഇന്ത്യൻ ക്ലോസറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ മൊത്തത്തിൽ ടൈലൊക്കെ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ അതിന് തൊട്ടടുത്തായിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 330-310 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഒരു സിമ്പിൾ ഡിസൈനിലൊക്കെ വരുന്ന കോട്ടനാണ്. അതിന്റെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാലും ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ആ ഒരു വോളിലായിട്ടാണ് AC ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വശത്തെ വോളിലായിട്ടാണ് കേട്ടോ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ അത്യാവശ്യം സ്റ്റോറേജ് വരുന്ന ഒരു വാൾഡ്രോബും സൈഡിലായിട്ട് തന്നെ സൈഡ് മിററും വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കില്ലേ. ഈ ബാത്റൂമിന്റെ ഒരു പ്രത്യേകത എന്താണല്ലേ, നമ്മുടെ ഹാളിൽ നിന്ന് കണ്ട ഒരു കോമൺ ബാത്റൂം ഇല്ലേ, അതിനാണ് കേട്ടോ ഇത്. പക്ഷെ ഈ റൂമിൽ നിന്നും കൂടി ഡോർ കൊടുത്തേ ഉള്ളേ. ഇനിയിപ്പോ നമ്മൾ ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് 300-330 സൈസിലാണ് കേട്ടോ വരുന്നത്.
ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു തയ്യൽ മെഷീൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു സിംഗിൾ കോട്ടും വരുന്നുണ്ട്. രണ്ട് വശത്തെ വോളിലായിട്ട് നോക്കിയാലും 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടാ. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു വശത്തെ വോളിലായിട്ട് നോക്കിയാൽ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിലായിട്ട് തന്നെ സൈഡ് മിറർ വരുന്നുണ്ട്. ഇനിയിപ്പോ ഫൈനലി നമ്മൾ ബാൽക്കണിയിലേക്കാണ് കേട്ടോ പോണത്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ബാൽക്കണി വരുന്നത് 170-180 സൈസിലാണ് കേട്ടോ. ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബോണൈറ്റിനാണ് വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്കും കൂടി ഇവിടുന്ന് ഒരു പാസേജ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എൻഡിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വുഡും ടെഫൻ ഗ്ലാസും കൂടി യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കും അതുപോലെ തന്നെ ആണ് കേട്ടോ. ഇവിടെ നിന്നില്ലേ ഒരു കുഞ്ഞു ഡോറ് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ടെറസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. വളരെ ഒതുക്കത്തിൽ എന്നാൽ ഒത്തിരി മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ മസ്റ്റായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.